ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ നമ്മുടെ ഈ പറയുന്ന മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ചെയ്യാൻ പോകുവാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡിസൈൻ ഓഫ് അപ്പ് ഫ്ലോ അനറോബിക് സ്ലഷ് ബ്ലാങ്കറ്റ് റിയാക്ടർ. ഓക്കെ, എന്താണ് അപ്പ് ഫ്ലോ അനാറോബിക് സ്ലഷ് ബ്ലാങ്കറ്റ് റിയാക്ടർ? അപ്പോൾ അതിന് നമ്മൾ ഷോർട്ട് ഫോമിൽ UASB എന്നാണ് പറയാറ്. ഓക്കെ, UASB. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് UASB എന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഫുൾ പേരും കൊടുക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ അറിഞ്ഞു വെക്കുക. അപ്പം നമുക്ക് ഈ പറയുന്ന UASBയുടെ എന്താണ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഡിസൈൻ കൺസിഡറേഷൻസ് എന്തൊക്കെ നോക്കണം എന്നുള്ളത് നോക്കാം. പ്രോബ്ലം ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് അതിൻ്റെ ഡിസൈൻ അപ്രോച്ചിൽ എന്തൊക്കെ വാല്യൂസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പം ഈ പറയുന്ന UASB ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് 1970s ആ ഒരു റേഞ്ചിലാണ്. ലെറ്റിംഗ ആൻഡ് ഹിസ് കോ വർക്കേഴ്സ് നെതർലാൻഡിൽ വെച്ചിട്ടാണ് ഇത് അവർ ഇൻവെന്റ് ചെയ്തത്. ഓക്കെ, ഒറിജിനലി ദ റിയാക്ടർ വാസ് ഡിസൈൻ ടു ട്രീറ്റ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ, ബട്ട് ലേറ്റർ ഇറ്റ്സ് ആപ്ലിക്കേഷൻ വാസ് എക്സ്റ്റെൻഡഡ് ടു ട്രീറ്റ് സീവേജ്. ഓക്കെ, അപ്പം ആദ്യമേ ഇത് തുടങ്ങിയപ്പം ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് പക്ഷെ അത് എങ്ങനെ നമുക്ക് സീവേജ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഒരു UASB യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ വന്നു. ഓക്കെ, അപ്പം നൗവേഡേസ് ദ യൂസ് ഓഫ് UASB is extensively for the treatment of several type of wastewater, forming a part of high rate anaerobic technology. ഓക്കെ, അപ്പം ഇപ്പോൾ ഒക്കെ പല ടൈപ്സ് ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ മെയിൻലി അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഓഫ് ആനറോബിക് ടെക്നോളജിയാണ്. ഓക്കെ, ഇനിയും പറയാനുള്ളത് ഈ പറയുന്ന UASB എന്ന് പറയുന്നത് ഒരു സിംഗിൾ ടാങ്ക് പ്രോസസ്സാണ്. ഒറ്റ ഒരു ടാങ്കിനുള്ളിൽ തന്നെയാണ് ഇതെല്ലാം ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് മൊത്തം നടക്കുന്നത്. അപ്പോൾ UASB ഈസ് എ സിംഗിൾ ടാങ്ക് പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു റിയാക്ടർ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ദി റിയാക്ടർ ഫ്രം ദി ബോട്ടം. ഓക്കെ, അപ്പോൾ ആ ഒരു ടാങ്ക് പോലെ ഒരു റിയാക്ടർ ഉണ്ട്. അപ്പോൾ ആ റിയാക്ടറിൻ്റെ ബോട്ടത്തിൽ കൂടെ വേസ്റ്റ് വാട്ടർ എൻ്റർ ചെയ്യും. ഓക്കെ, അപ്പം അതൊന്ന് ഓർത്തോണേ, താഴെ കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് ഫ്ലോസ് അപ്വേർഡ്, മേലോട്ട് അത് ഫ്ലോ ചെയ്യും. എ സസ്പെൻഡഡ് സ്ലഷ് ബ്ലാങ്കറ്റ് ഫിൽട്ടർ ട്രീറ്റ്സ് ദി വേസ്റ്റ് വാട്ടർ ആസ് ദി വേസ്റ്റ് വാട്ടർ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പം ഈ വേസ്റ്റ് വാട്ടർ താഴെ നിന്ന് ബോട്ടത്തിൽ കൂടെ കയറുന്നത് മേലോട്ട് അപ്വേർഡിലോട്ട് ഫ്ലോ ആകും തോറും ആ പോകുന്ന വഴിക്ക് സ്ലഷ് ബ്ലാങ്കറ്റിൻ്റെ ഒരു ഫിൽട്ടർ പോലെ ഒരു എന്താണ് ഫിൽട്ടറിൻ്റെ ഒരു അവസ്ഥ പോലെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. സസ്പെൻഡ് ആയിട്ടുള്ള ഫിൽറ്ററിൻ്റെ ഒരു അവസ്ഥ പോലെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. കാര്യം ഇതിനകത്ത് ഈ വേസ്റ്റ് വാട്ടറിനകത്ത് നമുക്കറിയാം സ്ലഡ്ജ് ഉണ്ട്. സ്ലഡ്ജിനുള്ളിൽ ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് കാണും. അപ്പോൾ അത് തന്നെ അവിടെ ഒരു ഫിൽറ്ററായിട്ട് റിമെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഈ ഫിൽറ്ററിനകത്തൂടെ തന്നെ ആയിരിക്കും എന്ത് വേസ്റ്റ് വാട്ടർ മേലോട്ട് ഫ്ലോ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇതാണ് സംഭവം. ഇത് ഒറ്റ ഒരു സിംഗിൾ ടാങ്ക് ആണ്. താഴെ കൂടെ വേസ്റ്റ് വാട്ടർ മേലോട്ട് കയറി വരുന്നു. ഇവിടെ ഫുൾ ഇങ്ങനെ സ്ലഡ്ജിന്റെ ഗ്രാനുൾസ്, സ്ലഡ്ജ് എല്ലാം കൂടി ഇങ്ങനെ മേലോട്ട് ചെല്ലും തോറും, കാര്യം സീവേജ് ആണല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അതിനകത്ത് സ്ലഡ്ജ് ഉണ്ട്, അത് താഴെ ഇവിടെ ഇങ്ങനെ സെഡിമെന്റ് ചെയ്ത് കിടക്കും. ഓക്കെ, അപ്പം അതിനുള്ളിൽ മൈക്രോ ഓർഗാനിസംസ് ആണ്. അപ്പൊ ഇതിനകത്തൂടെ ആയിരിക്കും എന്ത് വേസ്റ്റ് വാട്ടർ മേലോട്ട് പോകുന്നത്. അപ്പം ഈ പോർഷനിലുള്ള മൈക്രോ ഓർഗാനിസംസ് വേസ്റ്റ് വാട്ടറിലുള്ള ബാക്കി ഓർഗാനിക് മാറ്ററിനെ ഡിഗ്രേഡ് ചെയ്യും. ഓക്കെ, ആ സമയത്ത് ഗ്യാസ് ബബിൾസ് ഉണ്ടാവും. ഗ്യാസ് ബബിൾസ് അല്ലെങ്കിൽ ബയോഗ്യാസിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ബാക്കി എഫ്ലുവൻറ്റ് മാത്രമുള്ള പോർഷൻ, ആ വാട്ടറിൻ്റെ പോർഷൻ മാത്രം ഔട്ട്പുട്ട് വഴി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ മേലോട്ടാണല്ലേ ഫ്ലോ, അതുകൊണ്ടാണ് അപ്പ് ഫ്ലോ എന്ന് പേര് വന്നത്. ഓക്കെ, ദ സ്ലഷ് ബ്ലാങ്കറ്റ് ഈസ് കംപ്രസ്ഡ് ഓഫ് മൈക്രോബിയൽ ഗ്രാനുൾസ്. ഓക്കെ, അപ്പോൾ ആ സ്ലഡ്ജിന്റെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് മൈക്രോബിയൽ ഗ്രാനുൾസ് ആയിരിക്കും. 1 to 3 mm ഡയമീറ്റർ ഉള്ളത് സ്മോൾ ഗ്രാനുൾസ് ആണ്. ഓക്കെ, അപ്പം അതിൽ ഫുൾ ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അതിൻ്റെ ഒരു വെയിറ്റ് കാരണം മേലോട്ട് ഈ പറയുന്ന അപ്ഫ്ലോ ഉണ്ടാകുന്നതിൻ്റെ കൂടെ അതങ്ങനെ വാഷ് ചെയ്ത് പോകാറില്ല. അതിന് ആ ഒരു വെയിറ്റ് കാരണം അത് അവിടെ തന്നെ ഇങ്ങനെ റെസിസ്റ്റ് ചെയ്തിരുന്നോളും. The microorganisms in the slush layer degrade organic compounds. ഓക്കെ, വേസ്റ്റ് വാട്ടറിനകത്തുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ മൈക്രോ ഓർഗാനിസംസ് ഡിഗ്രേഡ് ചെയ്യും. ആസ് എ റിസൾട്ട് ഗ്യാസസ് ഏതൊക്കെയാണ് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും റിലീസ് ആകും. ദ റൈസിംഗ് ബബിൾസ് മിക്സ് ദി സ്ലഡ്ജ് വിത്തൗട്ട് ദി അസിസ്റ്റൻസ് ഓഫ് എനി മെക്കാനിക്കൽ പാർട്സ്. ഓക്കെ, അപ്പോൾ ഈ ഉണ്ടാകുന്ന ഗ്യാസസ് റിലീസ് ആവുമല്ലോ, ഈ ഗ്യാസസ് എന്തെടുക്കുന്ന വെച്ചാൽ ഈ സ്ലഡ്ജിനെ ഒന്നും മിക്സ് ചെയ്യിക്കും. വേറെ യാതൊരു രീതിയിലുള്ള ഒരു മെക്കാനിക്കൽ പാർട്സും ഇല്ല. ഈ ഗ്യാസസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു എഫക്റ്റിൽ അതിനുള്ളിൽ ഒരു മിക്സിംഗ് നടക്കും. സ്ലോപ്ഡ് വോൾസ് ഡിഫ്ലക്ട് മെറ്റീരിയൽ ദാറ്റ് റീച്ചസ് ദി ടോപ്പ് ഓഫ് ദി ടാങ്ക് ഡൗൺവേർഡ്സ്. ഓക്കെ, ഈ ഒരു ഇമേജിൽ നിങ്ങൾ ഇത് ഒരു സ്ലോപ്ഡ് വോൾ കണ്ടില്ലേ, ഈ ഒരു വോളിൻ്റെ ഒരു എഫക്റ്റ് കാരണം എന്താണ് നമ്മളിവിടെ ഒരു മിക്സിംഗ് ഉണ്ടാകുന്നതിൻ്റെ കൂടെ മേലോട്ട് ഇത് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അധികം പൊങ്ങാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന സ്ലോപ്ഡ് വോൾ ഹെൽപ്പ് ചെയ്യും, താഴോട്ട് അങ്ങ് ഡൗൺവേർഡിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും.
The clarified material is extracted from the top of the tank in an area above the sloped wall. ഓക്കെ, സ്ലോപ്ഡ് വോളിന് മേളിൽ ഒരു ഏരിയ ഉണ്ട്, അതാണ് നമ്മുടെ ഈ ഔട്ട്ലെറ്റ്. ഇതിൽ ത്രൂ ക്ലാരിഫൈഡ് ആയിട്ടുള്ള ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് അല്ലെങ്കിൽ എഫ്ലുവൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ആഫ്റ്റർ സെവറൽ വീക്സ് ഓഫ് യൂസ്, കുറേ നാൾ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ലാർജ് ഗ്രാനുൾസ് ഓഫ് സ്ലഷ് ഫോം വിച്ച് ഇൻ ടേൺ ആക്ട് ആസ് എ ഫിൽട്ടർ ഫോർ സ്മോൾ പാർട്ടിക്കിൾസ് ആസ് ദി എഫ്ലുവൻറ്റ് റൈസസ് ത്രൂ ദി കുഷൻ ഓഫ് സ്ലഷ്. ഓക്കെ, കുറേ വീക്ക് നമ്മൾ അത് യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ നേരത്തെ ചെറിയ ചെറിയ സ്മോൾ ഗ്രാനുൾസ് ആയിരുന്ന സ്ലഡ്ജ് എല്ലാം കുറച്ചുകൂടി ലാർജ് സൈസാണ്. കാര്യം ഇങ്ങനെ സ്ലഡ്ജ് അതിലിങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിന് സൈസ് കൂടും. സൈസ് കൂടുന്നത് നല്ലത് തന്നെയാണ്. കാര്യം അത് ആ ഒരു ബ്ലാങ്കറ്റ് അവിടെ ഇനിയും വരുന്ന വേസ്റ്റ് വാട്ടറിന് അവിടെ ഒരു ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്തോളും. ഓക്കെ, ബിക്കോസ് ഓഫ് ദി അപ്ഫ്ലോ റെജീം ഗ്രാനുവൽ ഫോമിംഗ് ഓർഗാനിസംസ് ആർ പ്രിഫറൻഷ്യലി അക്യുമുലേറ്റഡ് ആസ് ദി അതേഴ്സ് ആർ വാഷ്ഡ് ഔട്ട്. ഓക്കെ, അപ്പം അപ്ഫ്ലോ റെജീം കാരണം തന്നെ അവിടെ ഗ്രാനുവൽസ് ആയിട്ട് ഉണ്ടാകുന്ന മൈക്രോ ഓർഗാനിസം അവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഹൈ റിഡക്ഷൻ ഓഫ് BOD ആണ്. അതേപോലെ തന്നെ ഹൈ ഓർഗാനിക് ആൻഡ് ഹൈഡ്രോളിക് ലോഡിംഗ് റേറ്റിന് ഇതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അധികം സ്ലഡ്ജ് പ്രൊഡക്ഷൻ ഇല്ല, ലോ സ്ലഡ്ജ് പ്രൊഡക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ലഡ്ജിങ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വരുന്നില്ല. ഓക്കെ, ഫ്രീക്വൻ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം എന്നില്ല സ്ലഡ്ജിനെ. അതേപോലെ ബയോഗ്യാസ് അവിടെ ഉണ്ടാകുന്നുണ്ട്, അപ്പോൾ അത് നമുക്കൊരു എനർജി ആയിട്ട് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ സ്ക്രബിങ് എന്നൊരു ടെക്നോളജി ചെയ്തിട്ട് വേണം നമ്മൾ ബയോഗ്യാസ് യൂസ് ചെയ്യാൻ. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഈ വേരിയബിൾ ആയിട്ട് വരുന്ന ഹൈഡ്രോളിക് ലോഡ്, ഓർഗാനിക് ലോഡൊക്കെ മാറി മാറി വരുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അൺസ്റ്റേബിൾ ആയി മാറും. പിന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേഷനും മെയിൻ്റെനൻസ് ഒക്കെ നല്ല സ്കിൽഡ് പേഴ്സണൽസ് വേണം ചെയ്യാൻ. അപ്പം കാര്യം ഈ കാര്യങ്ങൾ മൊത്തം മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. പിന്നെ ലോങ് സ്റ്റാർട്ടപ്പ് ടൈം ടു വർക്ക് അറ്റ് ഫുൾ കപ്പാസിറ്റിയിൽ ഇതൊന്ന് വർക്ക് ചെയ്ത് വരാൻ കുറച്ചധികം ടൈം എടുക്കും. പിന്നെ കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേണ്ടി വരുന്നുണ്ട്. വേറെ പാർട്ടൊന്നും ഇല്ലാത്ത, നോട്ട് ഓൾ പാർട്സ് ആൻഡ് മെറ്റീരിയൽസ് മേ ബി അവൈലബിൾ ലോക്കലി. ഈ ഒരു UASBയുടെ എല്ലാ പാർട്സും ലോക്കലി അവൈലബിൾ ആയിരിക്കില്ല ചിലപ്പം. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു ഡിസൈനും കൺസ്ട്രക്ഷനും എക്സ്പേർട്ട് ഡിസൈനൊക്കെ വേണ്ടി വരും. പിന്നെ എഫ്ലുവൻ്റ് ആൻഡ് സ്ലഷ് റിക്വയർ ഫർദർ ട്രീറ്റ്മെൻറ്റ് ഓർ അപ്രോപ്രിയേറ്റ് ഡിസ്ചാർജ്. ഓക്കെ, ഈ ഇവിടെ നിന്ന് കിട്ടുന്ന എഫ്ലുവൻറ്റിനാണേലും വേറെ എക്സ്ട്രാ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ടി വരും. സ്ലഡ്ജിനാണേലും എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം ഡിസ്പോസലിന് മുന്നേ. നമ്മൾ ഡ്രൈയിങ് ബെഡിലൊക്കെ വെച്ചിട്ട് ആ ഡ്രൈ ഒക്കെ ചെയ്തിട്ട് വേണം നമുക്കത് ഡിസ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ വർക്കിംഗ് തന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോർഷനാണ്, ഞാൻ അത് ഫോട്ടോ എടുത്തങ്ങ് വെച്ചതേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് വായിക്കാം. സെയിം കാര്യം തന്നെയാണ് കേട്ടോ. ദ വേസ്റ്റ് വാട്ടർ എൻറ്റേഴ്സ് ദി ടാങ്ക് ഫ്രം ദി ബോട്ടം, കണ്ടായിരുന്നല്ലോ ഇമേജിൽ, ആൻഡ് ഫ്ലോസ് upward through the slush bed which gets formed during the process itself. ഓക്കെ, അപ്പം വേസ്റ്റ് വാട്ടർ താഴെ കൂടെ കയറുന്നു, മേലോട്ട് ഫ്ലോ ചെയ്യുന്നു, അത് സ്ലഡ്ജ് ബെഡിൽ കൂടെയാണ് കയറി വരുന്നത്. ഓക്കെ, ദ സ്ലഡ്ജ് ബെഡ് ഡെവലപ്സ് മൈക്രോ ഓർഗാനിസംസ് കേപ്പബിൾ ഓഫ് ഫ്ലറിഷിംഗ് ഇൻ ആൻ ഓക്സിജൻ ഡെഫിസിറ്റ് എൻവയൺമെന്റ്. ഓക്കെ, ആദ്യം അതൊരു അനറോബിക് എൻവയൺമെന്റ് ആണ്. ഓക്കെ, അപ്പം മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകുന്നു, ഡെവലപ്പ് ആകുന്നു, അതിന് ഓക്സിജനിന്റെ വലിയ ആവശ്യം വരുന്നില്ല. ദ സ്ലഡ്ജ് ബെഡ് ട്രാപ്സ് ദി സസ്പെൻഡഡ് ഓർഗാനിക്സ് ഓഫ് ദി അപ്പ് മൂവിങ് വേസ്റ്റ് വാട്ടർ. ഓക്കെ, അപ്പം വേസ്റ്റ് വാട്ടറിനകത്തുള്ള സസ്പെൻഡഡ് ഓർഗാനിക്സിനെയൊക്കെ ഈ സ്ലഡ്ജ് ബെഡ് ട്രാപ്പ് ചെയ്തെടുക്കുന്നു. ദ സസ്പെൻഡഡ് സോളിഡ്സ് ട്രാപ്ഡ് ഇൻ ദി സ്ലഡ്ജ് ബെഡ് ആർ ഡിഗ്രേഡഡ് ബൈ ദി anaerobic and anaerobically working facultative ബാക്ടീരിയ. ഈ ട്രാപ്പായിട്ട് കിടക്കുന്ന സസ്പെൻഡഡ് സോളിഡ്സിനെ എന്തെടുക്കും? അനറോബിക് അല്ലെങ്കിൽ ഫാക്കുൾട്ടേറ്റീവ് ബാക്ടീരിയാസ് ഡിഗ്രേഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണ്? പ്രൊഡ്യൂസിങ് മീഥേൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസസ് അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, ദ ബയോഗ്യാസ് പ്രൊഡ്യൂസ് ഡ്യൂറിങ് ദി അനറോബിക് ഡിക്കമ്പോസിഷൻ ടൈമിൽ ഉണ്ടാകുന്ന ബയോഗ്യാസ് നമുക്ക് എന്താണ്, ആ ഒരു ഗ്യാസ് ഉണ്ടാകുന്നതുകൊണ്ട് അതിനുള്ളിൽ ഒരു ജെന്റിൽ മിക്സിങ്ങും സ്റ്റിയറിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ദെയർ ബൈ ഇൻക്രീസിംഗ് ദി എഫിഷ്യൻസി ഓഫ് ദി ഡീകമ്പോസിഷൻ, റെഡ്യൂസിംഗ് ദി BOD ആൻഡ് സസ്പെൻഡഡ് സോളിഡ്സ് ഓഫ് ദി വേസ്റ്റ് വാട്ടർ. ഓക്കെ, ഈ ഉണ്ടാകുന്ന മീഥേൻ അല്ലെങ്കിൽ ബയോഗ്യാസ് ഇസ് കളക്ടഡ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ടാങ്ക്. അത് ഒരു ഗ്യാസ് കളക്ടറിലോട്ടായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഫ്രം വെയർ ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ ഫോർ യൂസ് as a byproduct, while the water sludge mixture is made to enter a settling tank from where the sludge settles down. Okay, ഈ നമ്മൾ കളക്ട് ചെയ്യുന്ന സൈഡിൽ കൂടെ നമ്മൾ ഔട്ട്ലെറ്റിൽ നിന്ന് വാട്ടർ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് നമ്മൾ ആ കളക്ട് ചെയ്യുന്ന വാട്ടർ അതേപോലെ യൂസ് ചെയ്തില്ല, അതിനെ ഒരു സ്ലഡ്ജ് സെറ്റിലിംഗ് ടാങ്കിലോട്ട് വിടും. അവിടെയും ചിലപ്പം സെറ്റിൽ ആവും കുറച്ചൊക്കെ. ഓക്കെ, the sludge will show good settling properties after an initial startup period followed by granulation, forming a slush blanket or slush bed in the lower part of the reactor. താഴെ ഇങ്ങനെ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The UASB evidently operates as a suspended growth system. ഇവിടെ
മൊത്തത്തിൽ UASB വർക്ക് ചെയ്യുന്നത് സസ്പെൻഡഡ് ഗ്രോത്ത് സിസ്റ്റം ആണ്. അല്ലാതെ ഇവിടെ വേറെ ഒരു മെറ്റീരിയലും ഇല്ല. ഇപ്പം നമ്മൾ ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ഒരു സാൻഡ് അല്ലെങ്കിൽ ഒരു ഗ്രാവലിന്റെ ഒരു ലെയർ ഉണ്ട്, അതിലാണ് ബാക്ടീരിയ ഒട്ടി ഇരുന്നത്. അപ്പം അത് അറ്റാച്ച്ഡ് ഗ്രോത്ത് ഫേസ് ആണ്. ഇത് സസ്പെൻഡഡ് ആണ്. ഇവിടെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസം ഇങ്ങനെ സസ്പെൻഡിലായിട്ടിരിക്കുകയാണ്, എവിടെ അറ്റാച്ച് ആയിട്ടില്ല. ഈ ബാക്ടീരിയകൾ തമ്മിലാണ് അവിടെ അറ്റാച്ച് ആയിട്ടുള്ളൂ. വിത്ത് നോ പാക്കിംഗ് മെറ്റീരിയൽ ഒന്നും ഇല്ല ഇൻ ദി സിസ്റ്റം, ദ മൈക്രോബ്സ് അറ്റാച്ച് ദംസെൽഫ് ടു ഈച്ച് അതർ ഓർ ടു സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് സസ്പെൻഡഡ് മാറ്റേഴ്സിലോട്ടായിരിക്കും അവർ അറ്റാച്ച് ആകുന്നത് ടു ഫോം ഗ്രാനുൾസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ദ സ്ലഷ് ബെഡ്. ഓക്കെ, അങ്ങനെ അത് സ്ലഡ്ജ് ബെഡായി മാറുന്നു. The gas produced in this process causes sufficient agitation to keep the sludge fully mixed. ഓക്കെ, ആ ഉണ്ടാകുന്ന ഗ്യാസ് കാരണമാണ് മൊത്തത്തിൽ ആ ഒരു സ്ലഡ്ജ് ഒരു മിക്സിങ് കിട്ടുന്നതുകൊണ്ട് അതിലൊരു അജിറ്റേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എഫിഷ്യൻസി കൂടും. Retention of the bacteria containing sludge in the reactor is one of the most important feature of the UASB. UASBയിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ഈ മൈക്രോ ഓർഗാനിസത്തിനെ എപ്പോഴും അതിൽ റീറ്റെയിൻ ചെയ്ത് വെക്കണം. ദ ബാക്ടീരിയ ഇൻ ദി സ്ലഷ് കണ്ടിന്യൂ ടു പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് ട്രീറ്റിംഗ് ദി ഇൻകമിംഗ് എഫ്ലുവൻറ്റിനെ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ കണ്ടിന്യൂസ് ബാക്ടീരിയൽ പ്രസൻസ് ആൻഡ് ആക്ടിവിറ്റി എനേബിൾസ് റിട്ടൻഷൻ ഇൻ ദി റിയാക്ടർ ടു ബി റെഡ്യൂസ് ടു 6 to 8 hours. ഓക്കെ, അപ്പം നമ്മൾ UASB ആദ്യമായിട്ട് പുതിയതായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന UASB സ്റ്റാർട്ട് ചെയ്ത് അതൊന്ന് നന്നായിട്ട് വർക്ക് ചെയ്ത് വരാൻ ചിലപ്പോൾ 30 മണിക്കൂറുകളൊക്കെ എടുക്കുമായിരിക്കും. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് കുറേ നാൾ യൂസ് ചെയ്ത ഒരു UASB ആണെങ്കിൽ പിന്നീട് അതിനൊരു 6 to 8 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം അതിനകത്ത് ആ ഒരു ബാക്ടീരിയയുടെ എഫക്റ്റ് മൊത്തത്തിൽ എൻഹാൻസ് ആയിട്ടുണ്ട്. The treated effluent is collected in the gutters and discharged out of the reactor. പുറത്ത് നമുക്ക് അത് ഡിസ്ചാർജ് ചെയ്തെടുക്കുന്നു. The sludge is periodically shifted into the drying bed. ഒത്തിരി നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന സ്ലഡ്ജ് നമ്മൾ ഡ്രൈയിങ് ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ടു ബി യൂസ്ഡ് ആസ് എ സോയിൽ എൻറിച്ചർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. The methane generated can be used as a gas for domestic and industrial purpose. വേണ്ടി യൂസ് ചെയ്യാം. It may also be used for generation of electricity ഫോർ റണ്ണിങ് ദി പ്ലാൻ ആഫ്റ്റർ അപ്രോപ്രിയേറ്റ് ഡീഹൈഡ്രേഷനും ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഇലക്ട്രിസിറ്റിക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ക്യാൻ ബി റീആക്ടിവേറ്റഡ് ഈവൻ ആഫ്റ്റർ ദി പ്ലാൻ റിമെയിൻ ഷട്ട് ഡൗൺ ഫോർ ഡേയ്സ് ഓർ മന്ത് ഓർ ആഫ്റ്റർ പവർ ബ്രേക്ക് ഡൗൺ ആൻഡ് ഇന്ററപ്ഷൻ ഇൻ വേസ്റ്റ് വാട്ടർ സപ്ലൈ. എപ്പോഴേലും ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടായാൽ പോലും നമുക്ക് പതുക്കെ ഈ ഒരു UASBനെ ഒന്നുകൂടെ റീആക്ടിവേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൻ്റെ ഒരു വർക്കിങ്ങിനെ പറ്റിയും ആ ഒരു ഫിഗറും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫിഗർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, പ്ലസ് അതിന് വർക്കിംഗ് എഴുതാനും പറ്റണം. ഓക്കെ, ഇനി അതിന് ഡിസൈൻ അപ്രോച്ച് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഡിസൈൻ അപ്രോച്ചിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന് ഡിസൈൻ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഒന്ന്, ഈ പറയുന്ന UASB നമുക്ക് റെക്ടാങ്കുലർ ആയിട്ടും യൂസ് ചെയ്യാം, സർക്കുലർ ടാങ്ക് വേണേൽ യൂസ് ചെയ്യാം. പക്ഷെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് തന്നെയാണ്. ഓക്കെ, ഇനിയും അതിന്റെ ഡെപ്തിനെ പറ്റി പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് ദ ഫുൾ ഡെപ്ത് ഓഫ് റിയാക്ടർ ഫോർ ട്രീറ്റിംഗ് ലോ BOD മുനിസിപ്പൽ വേസ്റ്റ്. ഓക്കെ, ലോ BOD ഉള്ള മുനിസിപ്പൽ സീവേജ് ആണെങ്കിൽ 4.5 to 5 മീറ്റർ ഒക്കെ വരെ നമുക്ക് മൊത്തത്തിൽ യൂസ് ചെയ്യാം. ഓഫ് വിച്ച് ദ സ്ലഡ്ജ് ബ്ലാങ്കറ്റിന് വേണ്ടി മാത്രം 2 to 2.5 മീറ്റർ ഡെപ്ത് വേണം. മൊത്തത്തിൽ 4.5 to 5 മീറ്റർ മതി. അതിൽ സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഇരിക്കുന്ന ആ പോർഷനിൽ മാത്രം 2 to 2.5 മീറ്റർ ഡെപ്ത് വേണം. ഫോർ ഹൈ BOD വേസ്റ്റ് ആവുകയാണെങ്കിൽ ഈ പറയുന്ന ഡെപ്ത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ദി ഓർഗാനിക് ലോഡിംഗ് ഓൺ സോളിഡ് മേ ബി കെപ്റ്റ് വിത്തിൻ ദി പ്രിസ്ക്രൈബ്ഡ് റേഞ്ചിനുള്ളിൽ നമുക്കെല്ലാം ചെയ്ത് തീർക്കണമെങ്കിൽ ഈ ഡെപ്ത് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ഇനി ജസ്റ്റ് അതിന്റെ ഒരു സോളിഡ് റിട്ടൻഷൻ ടൈം എന്നൊക്കെ പറയുന്നത് സാധാരണ 30 to 50 days ആയിരിക്കണം. ഹൈഡ്രോളിക് റിട്ടൻഷൻ ടൈം, ആ വാട്ടർ അതിൽ റീറ്റെയിൻ ചെയ്യുന്നത് 8 to 10 hours ഒക്കെ ആയിരിക്കും. SRT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ സീവേജ് പ്രസന്റ് ഇൻ റിയാക്ടർ ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ സ്ലഡ്ജ് വിഡ്രോവൻ പെർ ഡേ. ഒരു ഡേയിൽ എന്തുമാത്രം വിഡ്രോ ചെയ്യുന്നുണ്ട് സ്ലഡ്ജ്. അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷൻസ് രണ്ടും കൊടുത്തിട്ടുണ്ട്. വാല്യൂസ് വിത്തിൻ ദീസ് വാല്യൂസ് ആയിരിക്കണം. വൺസ് ദി സൈസ് ഓഫ് ദി റിയാക്ടർ ഇസ് ഫിക്സ്ഡ് ദ അപ്ഫ്ലോ വെലോസിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനോട് കൊടുത്തിട്ടുണ്ട്. റിയാക്ടറിന്റെ ഹൈറ്റ് ഡിവൈഡ് ബൈ HRTയുടെ വാല്യൂ അവറിൽ കിട്ടുമല്ലോ, ആ വാല്യൂ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ഫ്ലോ വെലോസിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ വാല്യൂസ് ഒക്കെ ആണ് മെയിൻലി ഡിസൈൻ അപ്രോച്ചിൽ നമ്മൾ ഇന്ന വാല്യൂസിനുള്ളിൽ ആയിരിക്കണം എന്ന് പറയുന്നത്. വേറെ ഒത്തിരി കാര്യങ്ങൾ BODയുടെ വാല്യൂ ഇത്രയാകണം, അങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പം എല്ലാം നമുക്ക് പഠിക്കാൻ ഓർത്തെക്കാൻ പാടാണ്. ജസ്റ്റ് ഇത്രയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഏത് ഷേപ്പ് ആയിരിക്കണം, അതിൻ്റെ ഒരു ഡെപ്ത് എങ്ങനെ വരണം, SRTയുടെ വാല്യൂ, HRTയുടെ വാല്യൂ, പിന്നെ അപ്ഫ്ലോ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളും കൂടെ ഓർത്ത് വെക്കുക.
ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന UASBയെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. പ്രോബ്ലം ഒന്നും ഞാൻ ഉണ്ടോന്ന് തപ്പി, പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം വൈസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊന്നും കണ്ടില്ല. പിന്നെ നമുക്ക് പ്രോബ്ലം വേണ്ട. അപ്പം ഇത്രയും വർക്കിങ്ങും അതിന് ഡിസൈൻ അപ്രോച്ച് എന്തൊക്കെ ഡിസൈൻ കൺസിഡറേഷൻസ് ഉണ്ട് എന്നുള്ളതും കൂടെ നോക്കുക. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ കൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 5 കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മുടെ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിനി പഠിച്ചു തുടങ്ങുക. ഏതെങ്കിലും ഒരു പോർഷൻ നമ്മൾ അറിയാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക കേട്ടോ. ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി, നമുക്കിപ്പം കോമൺലി അങ്ങ് പറയാമല്ലോ. എന്തേലും ഡിസൈനിൻ്റെ കാര്യത്തിനൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും നമ്മൾ പഠിച്ചതിൽ ഒത്തിരി ഡിസൈൻ നമ്മൾ പഠിച്ചു. സ്ക്രീൻസ് ഡിസൈൻ ചെയ്യുന്നത് പഠിച്ചു, പിന്നെന്താണ് ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലേ, ട്രിക്ലിംഗ് ഫിൽറ്റർ പഠിച്ചു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ എന്തായാലും യൂണിവേഴ്സിറ്റി എക്സാമിന് കാണും. ഇപ്പം നമ്മൾ ഫാക്കൽറ്റി ആണല്ലോ എക്സാം ഇടാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ പ്രോബ്ലം കാണും. ഓക്കെ, അത് പഠിക്കുക. വലിയ ഡിസൈൻ പ്രോബ്ലം ആണല്ലോ, അത് ഫുൾ പഠിക്കുക. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്ന രീതിയിലുള്ള ആൻസർ നിങ്ങൾ ചെയ്യേണ്ടി വരും. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓക്കെ ഫുൾ ഡിസൈൻ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് വായിക്കുക. സാധാ സ്ലോ റേറ്റ് ആയിട്ടുള്ള ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെയും ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെയും ഡിസൈൻ നോക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ പറയുന്ന എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സെപ്റ്റിക് ടാങ്കിന് ഡിസൈൻ പഠിച്ചു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഹോഫ് ടാങ്കിന് ഡിസൈൻ പഠിച്ചു, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസൈൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പാർട്ട് സിയിൽ ഡിസൈൻ ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി, കൂടുതൽ ഞാൻ ഡിസൈൻ പ്രോബ്ലംസേ ചോദിക്കത്തുള്ളൂ. പിന്നെന്താണ് ലാസ്റ്റ് മൊഡ്യൂൾ ഡൈജഷൻ ടാങ്കിൻ്റെ ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിലൊക്കെ നമ്മൾ പ്രോബ്ലംസ് പഠിച്ചതിൽ എന്താണ് ഡിസൈൻ ഓഫ് സീവേഴ്സ് ഒക്കെ അല്ലെ, സർക്കുലർ സീവറിൻ്റെ ഡിസൈൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ BODയുടെ പ്രോബ്ലംസ്, പോപ്പുലേഷൻ ഇക്വലൻ്റ് കണ്ടുപിടിക്കുന്നതൊക്കെ പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേക്ക് പ്രോബ്ലംസ് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, പിന്നെ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ ഒക്കെ നോക്കുക. ഓക്കെ.